ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത്. 24,100 മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 93.50 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സൈഡ് വേസ് ഡേ ആണെന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അനാലിസിസ് പ്രകാരം തന്നെ കൃത്യമായിട്ട് സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് ത്രൂ ഔട്ട് ദ ഡേ വന്നിട്ടുള്ളത്. 24,000 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് 24,106.60 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇപ്പോൾ 24,100 മുകളിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു 4-day വീക്ക് കൂടിയാണ്. ഫ്രൈഡേ മുഹറം ഇതിന് മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ 4-day വീക്കാണ് ഈ ആഴ്ച. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡ്സൊക്കെ പ്ലാൻ ചെയ്യുക എല്ലാവരും. ദിസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 24,100 130 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു ലെവലാണ് 130 ലെവൽ. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ കാണുന്നത്. $24,000 കോൾ ഓപ്ഷൻ 150 ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 24,050 നോക്കുകയാണെങ്കിൽ 110 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നാളെയാണ് വീക്ക്ലി എക്സ്പയറി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പ്രീമിയം ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 24,100 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 80 ആണ് വരുന്നത്. അപ്പോൾ 24,200 നോക്കാം. അറൗണ്ട് 132. 24,250 ആണെങ്കിൽ അറൗണ്ട് 165. അപ്പോൾ ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസാണ് പുട്ട് ഓപ്ഷൻ സൈഡ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു വെയിറ്റ് ചെയ്യാം. കോൾ ഓപ്ഷൻ്റെ ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു പുൾ ബാക്ക് കോൾ ഓപ്ഷനിൽ വരുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ
നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 130 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം ആ ദിവസത്തെ ഡേ ഹൈയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 24,200 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ആദ്യം ഒരു 130 ലെവൽ ബ്രേക്ക് ചെയ്യണം. 130 ലെവലിൽ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നു. എഗെയിൻ ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടോ നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. 130 ലെവലിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത് നോക്കിയതിന് ശേഷം എൻട്രി എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുൾ ബാക്ക് വരികയാണെങ്കിൽ അതിന് ശേഷം എൻട്രി എടുക്കാം. ബ്രേക്ക് ഔട്ടിന് ശേഷമാണെങ്കിൽ നമുക്ക് എൻറ്റർ ചെയ്യാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഒരു പ്രൈസ് റിജക്ഷൻ കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. യെസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുൾ ബാക്ക് വന്നതുകൊണ്ട് നമുക്കൊരു എൻട്രി ലോവർ ലെവലിൽ എടുക്കുന്നത് 25.9 എൻട്രി എടുത്തിട്ടുള്ളത്. ഇതുവരെയുള്ള ഡേ ഹൈ നോക്കുകയാണെങ്കിൽ 132 ആണ്. അധികം ഡിഫറൻസ് ഇല്ല. പുൾ ബാക്കിൽ 120ലേക്കാണ് പുൾ ബാക്ക് വന്നത്. ഡേ ഹൈ 130. ഒരു 10 പോയിൻറ്റ്സിൻ്റെ പുൾ ബാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് വലിയൊരു പുൾ ബാക്ക് അല്ല. പക്ഷേ ഈവൻ ഒരു 10-15 പോയിൻറ്റ്സ് ആണെങ്കിൽ പോലും അത് വന്നതിന് ശേഷം എടുക്കാനുള്ള ഒരു പേഷ്യൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്നത് ചെറുതായിരിക്കാം, നാളെ അത് കുറച്ച് വലിയൊരു പുൾ ബാക്ക് ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ ഡയറക്ഷനിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഒരു സ്ട്രോങ് കൺഫർമേഷൻ ഉണ്ട്. മേ ബി റിവേഴ്സൽ ചാൻസസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബൈയിങ് സൈഡ് തന്നെയായിരിക്കും പോകാൻ സാധ്യതയുള്ളത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലൊരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടോ റീടെസ്റ്റോ വരാനുള്ള ചാൻസസ് ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ 1 ലോട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കേണ്ടതുണ്ട്. യെസ്, അഗെയിൻ ആ ഒരു 120 ലെവൽ റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 120 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇത് നമുക്ക് റിവേഴ്സൽ ആവുകയാണെങ്കിൽ മാത്രമേ ആഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും 1 ലോട്ട് കൂടി ബൈ ചെയ്യാം. ആവറേജ് പ്രൈസ് 123ലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ്. ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് തോന്നി പുട്ട് ഓപ്ഷനിൽ. അപ്പോൾ അവിടെ നിന്ന് ഡേയിലോ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. Two lots 123 average price. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി ഇതൊരു ഡൗണിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബൈയിങ് പ്രഷർ വരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. 120 ലെവലിൽ അത് വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ 500 റുപ്പീസാണ് ലോസ്.
നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്തു. 130 rupees പ്രോഫിറ്റിലാണ് സ്ക്വയർ ഓഫ് ചെയ്തത്. അപ്പോൾ അത് കുറച്ചുകൂടി ലോവർ ലെവലിലേക്ക് വന്നു. ഡേ ഹൈ വരാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ പുട്ട് ഓപ്ഷനിലൊരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ മേ ബി ഡേ ലോയിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം ഒരു ബൈയിങ് പ്രഷർ അഗെയിൻ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇപ്പം വന്നിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ പുൾ ബാക്ക് ആണെങ്കിൽ നമുക്ക് ഇനി എക്സിറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷേ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡേ ഹൈയിലാണെങ്കിൽ നമുക്കൊരു ഇൻസൈഡ് ബാർ ഓപ്പണിംഗ് കപ്പിൾ ഓഫ് ക്യാൻഡിൽസിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് എന്നൊരു ലോവർ ഹൈ ഫോം ചെയ്തിട്ട് താഴേക്ക് വരുന്നതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഒരു എൻട്രി എടുത്തു. നമ്മളിപ്പം 126 അറൗണ്ട് എടുത്തു, അതിനുശേഷം 120 ആവറേജ് ചെയ്തു. ഇപ്പോൾ ഞാൻ 115 15.75 അറൗണ്ട് 116 ഞാനൊരു എൻട്രി എടുത്തു. അത് 121 വന്നപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്തു. വളരെ ചെറിയൊരു റേഞ്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പുൾ ബാക്ക് ആയിട്ടാണ് ഞാനിതിനെ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കൺഫർമേഷൻ പ്രോപ്പറായിട്ട് ബൈ സൈഡ് ആ ഒരു മൊമെൻറ്റം നേരത്തെ വന്നിട്ടുള്ള പുൾ ബാക്ക്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സമയം 9:35 ക്യാൻഡിൽ തൊട്ട് ഒരു ബൈയിങ് പ്രഷർ നേരെ ഡേ ഹൈയിലേക്ക് വരികയാണെങ്കിൽ അതൊരു കറക്റ്റായിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ലോവർ ലോ അഗെയിൻ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനർത്ഥം റിവേഴ്സൽ ആവാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ഈ ഒരു ബെയറിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ വൺസ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ 935 ക്യാൻഡിലിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ എന്തായാലും ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കോൾ ഓപ്ഷനിൽ. പക്ഷേ ഇത് കുറച്ച് ഡീപ്പിലേക്ക് പോയാൽ നമുക്ക് ഇന്നത്തെ ഡേ ലോയിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആവും. അപ്പോൾ വൺസ് ആ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും റീ എൻട്രി ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്തു. അപ്പോൾ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒറ്റൊരു പ്രാവശ്യം കിട്ടും. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ലോസിലേക്ക് വരും. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഇനിയും ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടും. ഈ ഒരു ഡയറക്ഷൻ കൺഫേം ആവുകയാണെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്യാം. ആസ് ഓഫ് നൗ 130 rupees പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതായത് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു എന്ന് പറയാം, 3 ലോട്ട്സ് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് 24,160 ലെവൽ, ആ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 168.05 ആണ്. 24,168.05 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. അവിടെ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ഹൈ ലെവൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു അറൗണ്ട് 10:10 മുതൽ ഒരു 11:45 വരെയുള്ള സമയം. ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു. ഇപ്പോൾ താഴേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ലോവർ ലെവൽ, ഈ ഒരു ലെവൽ വരുമ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് നമുക്കൊരു 15 പോയിൻറ്റ്സോ അതിൽ കൂടുതൽ പോയിൻറ്റ്സോ ആണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അത് കൺഫേം ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എൻട്രി എടുക്കാൻ പറ്റും. അത് കൺഫേം ആവുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അറൗണ്ട് 115 എൻട്രി പ്രൈസായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 24,050 അല്ലെങ്കിൽ നമുക്ക് 150 ലെവലാണ്. 24,000 കോൾ ഓപ്ഷനാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു
നമുക്ക് വെയിറ്റ് ചെയ്യാം. 24,100 ലെവലൊക്കെയാണ് എൻട്രി എടുക്കേണ്ട ഒരു ലെവൽ. അതായത് കോൾ ഓപ്ഷനിൽ ഇതേപോലെയുള്ള സപ്പോർട്ട് ലെവൽ ആണ് എൻട്രി ചെയ്യാനുള്ള ലെവൽ. അപ്പോൾ അത് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡേ ഹൈ വന്നപ്പോൾ തന്നെ ആ ഒരു ലെവലിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹയർ ലെവലിൽ എൻട്രി ചെയ്യാതിരുന്നത്. 24,150 160 ലെവലിൽ എൻട്രി ചെയ്യാതിരുന്നത്. $24,200 പുട്ട് ഓപ്ഷൻ, $24,000 കോൾ ഓപ്ഷൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും കുറച്ചുകൂടി സമയമെടുക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 110 ലെവൽ 24,000 ഈ ഒരു ലെവൽ വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ്. ഒരു 12 മണി മുതൽ 12:15 മുതൽ ഒരു 2:30 ആവുന്നു. ഈ ഒരു സമയം വരെ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. കൃത്യമായിട്ടുള്ളൊരു ബ്രേക്ക്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ കാണിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു എൻട്രിയും എടുത്തിട്ടില്ല. അനാവശ്യമായിട്ടുള്ള എൻട്രീസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആ രാവിലെ എടുത്തിട്ടുള്ള ഒരു ട്രേഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 130 പ്രോഫിറ്റ് മാത്രമാണ് ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലേക്ക് വന്നു. പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷറൊന്നും കണ്ടിട്ടില്ല. ബൈയിങ് പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതോ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ട്രേഡ് അവോയ്ഡ് ചെയ്തു. എങ്ങാനും വരികയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഇപ്പോഴും ആ ഒരു റേഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നാളെ വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നമുക്ക് നാളെ നോക്കാം. ഈ ഒരു കഴിഞ്ഞ 2 ദിവസവും ഒരു സൈഡ് വേസ് മൂവ്മെൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് മാറി ഒരു ട്രെൻഡിങ് ആയിട്ടൊരു എക്സ്പയറി കിട്ടുമെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഈ ഒരു പോയിന്റിൽ നമ്മൾ നിർത്തുകയാണ്. നാളെ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ നമ്മൾ 130 റുപ്പീസ് പ്രോഫിറ്റിൽ ആണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ഒരു ഓപ്ഷനുള്ളൂ. ചെയ്യാതിരിക്കാം, അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാതിരിക്കാം. നെക്സ്റ്റ് ഡേ ഇനിയും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.